ഹായ് ഫ്രണ്ട്സ്, ലാബിനെ എങ്ങനെ നല്ലൊരു ഗാർഡ് ഡോഗ് ആക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിന് ഞാൻ റെഫർ ചെയ്തേക്കുന്നത് വർക്ക് ബുക്കാണ്. ഇതിലുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ റെഫർ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ലാബ് നല്ലൊരു ഫാമിലി ഡോഗ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ലാബിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് അധികം ആൾക്കാരും പറയുന്നത് അതിനൊരു ഗാർഡിങ് പർപ്പസ് അതിനു വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ലാബിനെ തന്നെയാണ് പോലീസിലാണെങ്കിലും ആർമിയിലാണെങ്കിലും ബോംബ് സ്ക്വാഡിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിനെല്ലാക്കാളും ഉപരി പ്രൊട്ടക്ഷൻ ഡോഗായിട്ട് വരെ ലാബിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ലാബിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡോഗാണ്. അത്രയ്ക്ക് ഇൻ്റലിജൻറ്റും ആണ്. ഒരു കാര്യം ഒരു 1-2 പ്രാവശ്യം ചെയ്താൽ തന്നെ അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു ഡോഗ് ബ്രീഡാണ് ലാബ്. ഈ ഡോഗിനെ നമുക്ക് ഗാർഡ് ഡോഗ് ബേസിക് കമാൻഡിലൂടെ തന്നെ ഒരു നല്ലൊരു ഗാർഡ് ഡോഗ് അല്ലെങ്കിൽ ആ ഒരു അലേർട്ട് ഡോഗായിട്ട് മാറ്റാൻ പറ്റും. ഇതിനാദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്പീക്ക് അല്ലെങ്കിൽ ബാർക്ക് എന്നുള്ള കമാൻഡ് ഈ ഡോഗിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഓൾറെഡി ഞാൻ അതിൻ്റെ ബാർക്ക് കമാൻഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ആ ഒരു കമാൻഡ് നിങ്ങളുടെ ഈ ലാബിനെ പഠിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇപ്പോൾ വേറെ ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വേറെ നൈബേഴ്സിനെ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് അവർ ഗേറ്റ് തുറക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ബാർക്ക് എന്നുള്ള ആ ഒരു കമാൻഡിലോട്ട് നിങ്ങളുടെ ഡോഗിനെ കൺവേർട്ട് ചെയ്യാം. ആദ്യം ബാർക്ക് എന്നുള്ള കമാൻഡ് പഠിപ്പിക്കുക. അതിനുശേഷം ഈ ഗേറ്റിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ ആ കമാൻഡ് പറഞ്ഞിട്ട് ആ ഡോഗിനെ കൊണ്ട് ചെയ്യിക്കുക, റിവാർഡ് ചെയ്യുക. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മൾ ഈ ബാർക്ക് കമാൻഡ് പഠിപ്പിച്ചതിന് ശേഷം നമ്മളുടെ ആ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് നമ്മൾ ഉണ്ടാക്കുക. ഓൾറെഡി അത് തുറക്കുന്ന പോലെ ഇതാക്കുക. ആ സമയത്ത് ബാർക്ക് എന്ന് പറയാം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആ സൗണ്ട് മാത്രം കേൾക്കുമ്പോൾ ആ ഡോഗ് ബാർക്ക് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് എത്തും. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ സ്റ്റേജിലാണ് ഒരാൾ, അതായത് നിങ്ങളുടെ നെയ്ബർ ആവാം അല്ലെങ്കിൽ ആ ഡോഗിന് പരിചയമില്ലാത്ത ആരെങ്കിലും കാണുമ്പോൾ അപ്പോഴും ഈ കമൻറ്റ് തന്നെ നിങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ഈ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോഗിനെ നല്ലൊരു ഗാർഡ് ഡോഗ് അല്ലെങ്കിൽ ഒരു അലേർട്ട് ചെയ്യുന്ന ഒരു ഡോഗായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു രീതിയും കൂടിയാണ്. ഡോഗിൻ്റെ ബിഹേവിയർ മാറാണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറാണ്ട് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു ചെറിയൊരു ട്രെയിനിങ് മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ കൂടെ മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ക്യാരക്ടർ മിററിങ്, അതായത് ഗാർഡ് ഡോഗ് ക്യാരക്ടർ മിററിങ്, അത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി കൊടുക്കുക. പിന്നെ ഈ ട്രെയിനിങ്ങിന് മസ്റ്റായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DBR മെത്തേഡാണ്. DBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് ബിഹേവിയർ രജിസ്ട്രേഷൻ. ഇത് നമ്മളുടെ പോലീസ്, ആർമി അങ്ങനെയുള്ള ഡോഗ്സിന് ഇത് എന്താ പറയുക ഒരു ഡെയിലി റൊട്ടീനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് DBR ട്രെയിനിങ് മെത്തേഡ്. DBR എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഡോഗ് ബിഹേവിയർ രജിസ്ട്രേഷൻ. അതായത് 4 വീക്ക്, അതായത് 4 ആഴ്ച ഒരേ ട്രെയിനിങ് തന്നെ റിപ്പീറ്റ് ചെയ്യുക ഒരേ ടൈം പീരീഡിൽ. അതാണ് ഈ DBR മെത്തേഡിൻ്റെ പ്രത്യേകത. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ട്രീറ്റ് ആയിരിക്കണം, സെയിം ടൈം ആയിരിക്കണം. അങ്ങനെ ഒരു ദിവസം 2 നേരം, അതായത് ഭക്ഷണത്തിന് മുമ്പാണ് നമ്മൾ DBR ട്രെയിനിങ് കൊടുക്കുന്നത്. DBR ഈ വാക്ക് കേട്ട് ആരും പേടിക്കൊന്നും വേണ്ട, ഡോഗ് ബിഹേവിയർ രജിസ്ട്രേഷൻ എന്ന് മാത്രമേ ഇതിൻ്റെ അർത്ഥമുള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡോഗിൻ്റെ ഒരു ബിഹേവിയർ ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്യുകയും നമ്മളുടെ ഡോഗ് ഓട്ടോമാറ്റിക്കലി ഈ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുകയും ചെയ്യും. ഇപ്പം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലാബിൻ്റെ തന്നെ ബ്രീഡിൻ്റെ ഇൻഫോർമേഷൻ അതുകൂടാണ്ട് നിങ്ങളുടെ ലാബ് ഡോഗ് ഒറിജിനലാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഡോഗിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതില്ലെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ തന്നെ ഫിയർ കറക്ഷനും കൂടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുകൂടാണ്ട് നമ്മളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് നമ്മളുടെ ഈ ചാനലിനെ കുറിച്ച്, ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി താഴെ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.